ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എയർ കൂളറാണ്. ഓക്കെ, അപ്പം പറഞ്ഞ് താമസിക്കേണ്ട ഈ വീഡിയോയിലേക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ ഒരു 12 വോൾട്ട്സിൻ്റെ ചാർജർ വേണം. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ വേണേൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലത്തെ ചാർജർ ആയാലും മതി. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ വർക്കാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ സെൻസറാണിത്. അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ആകുന്ന ഒരു റിലേ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് പറയാം. ഇതിനകത്തിപ്പോൾ കാണാം +12 വോൾട്ട്സ്, ഗ്രൗണ്ട്, K1, K0. ഇപ്പോൾ 4 ടെർമിനൽസാണുള്ളത്. +12 വോൾട്ടും ഗ്രൗണ്ടും നമുക്ക് ബോർഡ് ഓൺ ആകാനുള്ള സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ K0, K1 അതായത് റിലേ യൂസ് ചെയ്ത് സ്വിച്ച് ആകാനുള്ളതാണ് അത് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 12 വോൾട്ട്സിൻ്റെ സപ്ലൈ കൊടുക്കാം. ഞാൻ ആദ്യമേ കാണിച്ച ചാർജറിൽ സപ്ലൈ കൊടുത്തു. അപ്പോൾ കണ്ടോ, നമ്മൾ ഓണായി. അപ്പോൾ അതിനകത്ത് 34.6 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നത്, അതായത് ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചറാണ് അത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 സ്വിച്ചുകളുണ്ട്, സെറ്റ്, പ്ലസ്, മൈനസ് എന്ന് വെച്ച് പറഞ്ഞ്. ഓക്കെ, അതിനൊക്കെ മുമ്പ് കണ്ടോ, ഞാൻ സെൻസറിൽ കൈ വെക്കുമ്പം അതിൻ്റെ ബോഡിയുടെ ചൂടും കൊണ്ട് അത് ഹീറ്റ് കൂടുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് വരാം. ഇതിനകത്ത് 3 സ്വിച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ്, പ്ലസ്, മൈനസ് എന്ന് പറഞ്ഞ് 3 സ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ 3 സ്വിച്ച് ഉണ്ട്. നമുക്കതൊന്ന് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടണിനെ ഞെക്കി പിടിക്കുക. ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റിയതിന് നിങ്ങൾക്കൊരു ഓപ്ഷനിലേക്ക് ചെല്ലും. അതായത് P0 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ചെല്ലും. ഓക്കെ, കണ്ടോ P0. അപ്പോൾ P0യിൽ ഒന്ന് സെറ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ കാണും. അതായത് പ്ലസ്, മൈനസ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് അങ്ങോട്ടോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് HC അതായത് ഹീറ്റ്, കൂള്. അപ്പോൾ നമുക്ക് സിയിലേക്കാക്കാം, അതായത് കൂളിൽ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സെറ്റ് പ്രസ് ചെയ്യാം. പ്ലസ് അടിക്കുമ്പം P1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ, അത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഫാൻ ഓൺ ആകേണ്ടത്, അത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് മൈനസ് ആകേണ്ടത്, അതായത് ഓഫ് ആകേണ്ടതെന്നുള്ള സെറ്റ് തന്നെയാണത്. പിന്നെ P3, P4 അങ്ങനെ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ്, എത്ര മാക്സിമം ടെമ്പറേച്ചർ ഉള്ളതിനൊക്കെ സെറ്റ് തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ കണ്ടോ P1 5ലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് 30 ഡിഗ്രി സെൽഷ്യസ് ഓൺ ആവും. അപ്പോൾ 5 - 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഓഫ് ആണോ എന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി P2 ഞാൻ 90 സെറ്റ് ചെയ്തിട്ടുണ്ട്. P3 -39 ഡിഗ്രിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ P4 0, P5 0, P6 ഓഫാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് വേണമെന്ന് വെച്ചാൽ അതെങ്ങനെയൊക്കെ വർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ലിങ്ക് ഇതിൻ്റെ മാനുവലിന് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു 3 പേജുള്ള PDF കിട്ടും. അത് വായിച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ ലിങ്ക് വേണേൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ സെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ, അതായത് ലോങ് പ്രസ് അല്ല, ഒറ്റ പ്രസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു വാല്യൂ കാണിക്കും. അപ്പോൾ അവിടെ ഞാൻ 30 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫാൻ എത്ര ഡിഗ്രിയിൽ ഓൺ ആകുമെന്നുള്ള സെറ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ ഞാൻ 30 ഡിഗ്രിന്നൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതൊരു 10 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് തന്നെത്താൻ സേവ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു 12 വോൾട്ട്സിൻ്റെ ഞാൻ ഫാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 12 വോൾട്ട്സിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കൊടുക്കുന്ന ഫാനിക്കില്ല കറണ്ട് വർക്കാകുന്നത്, അതും കണക്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല 240 വോൾട്ട്സിൽ. അപ്പോൾ കണക്ഷൻ ഇങ്ങനെയല്ല, ഇച്ചിരി വ്യത്യാസമാവും. അത് ഞാൻ ഒരു എഗ് ഇൻക്യുബുലേറ്ററിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബൾബ് സെറ്റ് ചെയ്യുന്ന കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാനിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനിലേക്ക് വരാം. ആദ്യമേ നമുക്ക് പോസിറ്റീവ് ടെർമിനലിൽ ഒരു ചെറിയൊരു വയർ എടുക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് അതായത് K0 അവസാനത്തെ പിന്നിൽ നമുക്ക് ഫാനിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ പോസിറ്റീവ് ടെർമിനൽ സെറ്റ് ചെയ്യാം K0യിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഓണാകാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് ഗ്രൗണ്ട് കൊടുത്തായിരുന്നു, അതായത് 12 വോൾട്ട്സിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ അതൊന്ന് അയച്ചെടുത്തിട്ട് ഫാനിൻ്റെ ഗ്രൗണ്ട്, അതായത് ഫാനിൻ്റെ നെഗറ്റീവ് നമുക്ക് ഒരുമിച്ചൊന്ന് കൂട്ടിപ്പിരിച്ച് വെച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിഡ്ജായി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേ AC സർക്യൂട്ട് AC സപ്ലൈയിൽ സ്വിച്ച് ആകും. അപ്പോൾ 12 വോൾട്ട്സ് അല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഫാൻ വർക്കാണെങ്കിൽ 12 വോൾട്ട്സാണ് വേണ്ടത്. അപ്പോൾ ആ 12 വോൾട്ട്സ് യൂസ് ചെയ്ത് റിലേ സ്വിച്ച് ആകാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം വന്ന എക്സ്ട്രാ ഒരു വയർ, ആ വയർ K1ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫാനൊക്കെ വീട്ടിലെ ഫാനൊക്കെ കൊടുക്കുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഓൺ ആകാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് സപ്ലൈ, പിന്നെ K0 K1, അതായത് ഇപ്പോൾ ഫാനിലേക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വയർ കാണുമല്ലോ, അതൊന്ന് 2 വയറിൽ ഒരു വയർ കട്ട് ചെയ്തിട്ട് രണ്ടറ്റത്തിലേക്ക് K0 K1ലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു എഗ് ഇൻക്യൂബിലേറ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ബൾബ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ വേണേൽ ഡിസ്ക്രിപ്ഷനിലോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഉണ്ടാകുന്നിടത്ത് അവിടെ കാണും, അതിന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കണക്ഷൻ ചെയ്തപ്പോൾ കണ്ടു ഫാൻ വർക്കാവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 30 ഡിഗ്രിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ 34 ഡിഗ്രി പുറത്തുണ്ട്, അതുകൊണ്ടാണ് അത് ഓണായേ. ഓക്കെ, കണ്ടോ, ഞാൻ കണ്ടു 30 ഡിഗ്രിക്കാണ് ഫാൻ ഓണാവുന്നത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് P1 അത് ഞാനിപ്പം കണ്ടു 5 നേരത്തെ കാണിച്ച പോലെ തന്നെ 5 തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് വർക്കാകുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ കൂളർ ഉണ്ടാക്കി പെട്ടെന്ന് റൂമിൽ വെക്കുകയെന്ന് വെച്ചാൽ അത് അത്രയും പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ടൈം എടുക്കും കൂളാണെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ട്. അപ്പം P1 5 വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേരി ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനപ്പം ഒരു തണുത്ത വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ ഇത് കൊണ്ടുപോകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് കാണാം, തെർമോസ്റ്റാറ്റിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സെൻസറും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കാണിക്കാം, അപ്പോൾ പെട്ടെന്ന് കുറയില്ല. അപ്പോൾ ഞങ്ങൾ ഡിപ്പ് ചെയ്തു, അതായത് വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ കണ്ടോ 25 ഡിഗ്രി ആയപ്പോൾ ഫാൻ ഓഫായി. വെയിറ്റ് കാണിച്ചു തരാം, കണ്ടോ ഫാൻ ഓഫായി. ഇനി നമുക്ക് തിരിച്ച് 30 ഡിഗ്രി ആകുമ്പോഴത്തേന്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് 30 ഡിഗ്രി ആണല്ലോ, അപ്പോൾ 30 ഡിഗ്രി ആകുമ്പോഴത്തേന് അത് വീണ്ടും ഓണാകും, ഫാൻ വീണ്ടും ഓണാകും. അപ്പം ഞാനൊരു 30-25 എന്ന് പറഞ്ഞ വെറുതെ ഒരു ഇതിലിട്ടതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ 30 ഡിഗ്രി ആയപ്പോഴത്തേന് ഫാൻ പിന്നെയും തിരിച്ച് ഓണായി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതായത് സെറ്റ് ഞെക്കി പിടിക്കുക ഒരു 10 സെക്കൻഡ്, അന്നേരത്തേന് പ്ലസ് അടിച്ച് P1 സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 5 ഉള്ളത് ഞാൻ ഒരു 10ലേക്ക് ഇട്ട് കാണിക്കാം. ഓക്കെ, 10ലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 10ലേക്ക് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 ഡിഗ്രി ആകുമ്പോഴത്തേന് ഫാൻ ഓഫ് ആകും. ഓക്കെ, അതായത് 30-ന് 10 മൈനസ് ആകുമ്പോൾ 20. ഓക്കെ, ഞാനിപ്പോൾ 10 ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ സെൻസർ ഒന്ന് വെള്ളത്തിൽ മുക്കാം. അപ്പോൾ ഇപ്പം കണ്ടോ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം ഫാൻ ഓഫ് ആകും. അപ്പം നമുക്ക് ആ വാല്യൂ ഇഷ്ടം നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, പ്രശ്നമൊന്നുമില്ല. കണ്ടോ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേന് ഫാൻ ഓഫായി. ഇനി വീണ്ടും അത് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോഴത്തേന് അത് ഓണാവും. കണ്ടോ 30 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേന് അത് വീണ്ടും ഓണായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു എയർ കൂളർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു എയർ കൂളർ എങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അതിൽ ഈ വീഡിയോ ഉണ്ടാകുന്ന നേരത്തെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് കണക്ഷൻസൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ ചെയ്ത് റെഡിയാക്കാണ്. അപ്പോൾ വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട്. ഓക്കെ, കണക്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഈ കൂളറിൽ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സെൻസർ അവിടെ ഒട്ടിച്ചു. കുറച്ച് കൂളറിൽ ഇച്ചിരി ഐസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ ഞാൻ സെൻസർ അവിടെ ഇപ്പോൾ ഫാൻ ഓൺ ആകുമ്പോഴത്തേന് നല്ല കൂടെ ആയിരിക്കും കാറ്റ് വരുന്നത്. അപ്പോൾ സെൻസർ ഞാൻ ഇച്ചിരി അകത്തേക്ക് വെച്ചു, കാരണം വെള്ളത്തിന് തണുപ്പില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് 5 ഡിഗ്രിയൊക്കെ പെട്ടെന്ന് കുറയണമെന്ന് വെച്ചാൽ അത്രയും ചെറിയ ഫാനിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ടല്ലേ അതും കൂടെ എനേബിൾ ചെയ്യുക, എന്നാലും നമ്മളിടുന്ന വീഡിയോസ് നെക്സ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.